ഹലോ കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പി അല്ലേ? മാലദ്വീപിന്റെ പ്രസിഡന്റിനെ നേരിൽ കാണാൻ കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രസിഡന്റിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദിഫുഷി ഐലൻഡ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. നാട്ടുകാരും ജോലിക്കാരും വിദേശികളുമടങ്ങുന്ന ഒരു ജനക്കൂട്ടം തന്നെ പ്രസിഡന്റിനെ സ്വീകരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മിനിറ്റുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മാലദ്വീപ്സ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു സീ പ്ലെയിനിൽ ദിഫുഷിയിൽ വന്നിറങ്ങി. പ്രസിഡന്റ് വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പ്രസിഡന്റിനെ കൂടാതെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ തുടങ്ങിയവരും വന്നവരിൽ ഉണ്ടായിരുന്നു. ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹം ഞങ്ങൾക്കെല്ലാവർക്കും കൈ തന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരു രാജ്യത്തിന്റെ തലവനെ ഇത്ര അടുത്ത് കാണാൻ സാധിക്കുക എന്നത് വലിയൊരു കാര്യമാണല്ലോ. പിന്നീട് അവർ സ്കൂളിൽ വന്ന് മൾട്ടിപർപ്പസ് ബിൽഡിംഗിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ശേഷം ഇവിടെ നടത്താനുദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളെ സംബന്ധിച്ച് വിശാലമായി സംസാരിച്ചു. മൾട്ടിപർപ്പസ് ബിൽഡിംഗ് കൂടാതെ പുതുതായി തുടങ്ങുന്ന ഫിറ്റ്നസ് സെന്റർ, ഐലൻഡ് റിക്ലമേഷൻ പ്രൊജക്ട്, വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും പുതുതായി നിർമ്മിച്ച പവർ ഹൗസിന്റെ ഉദ്ഘാടനവും പ്രസിഡന്റ് നടത്തി. ഇതിനിടയിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സ്റ്റാഫ് റൂമിലേക്ക് കടന്നുവന്ന് ഞങ്ങളെ കാണുകയും ടീച്ചേഴ്സ് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു. അത് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നതിനുള്ള പ്രതീക്ഷ നൽകി.